എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയാമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പൈലായ ചുവന്ന പുഷ്പം പൈലായി, അതായത് പിങ്ക് പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങളെക്കുറിച്ച് അവർ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളോടൊപ്പം ജീവിതം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നെന്നും നിങ്ങളുടെ തണലിൽ ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ സ്നേഹത്തിനും അവരുടെ ഇഷ്ടത്തിനും ഒരു പ്രത്യേകതയുള്ളത്, അവർ എപ്പോഴും നിങ്ങളെ ഒരുപോലെ സ്നേഹിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ലാതെ. നിങ്ങളെ ചില സമയങ്ങളിൽ കൂടുതൽ സ്നേഹിക്കുകയോ ചില സമയങ്ങളിൽ കുറവ് സ്നേഹിക്കുകയോ അങ്ങനെയല്ല ആ വ്യക്തിയുടെ ജീവിത രീതി, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന രീതി. എപ്പോഴും നിങ്ങളെ ഒരുപോലെ സ്നേഹിക്കുന്ന, നിങ്ങളെ എപ്പോഴും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ വ്യത്യസ്തമായിട്ട് കാണുന്നില്ല. അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെ ആ വ്യക്തി കാണുന്നത് ഒരു പ്രത്യേക സമയത്ത് കൂടുതൽ സ്നേഹം കാണിക്കുകയോ ഒരു പ്രത്യേക സമയത്ത് കുറവ് സ്നേഹം കാണിക്കുകയല്ല. ജീവിതകാലം മുഴുവനും ഒരുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന, ജീവിതകാലത്ത് എപ്പോഴും ഒരുപോലെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരു രീതിയാണ് ആ വ്യക്തിക്കുള്ളത്. അല്ലാതെ കുറച്ച് സമയം കൂടുതൽ കാണിക്കുകയോ കുറച്ച് സമയം അതിൽ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് കരുത്ത് പകരുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട്. ആരെങ്കിലും നിങ്ങളെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തികൾ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ദൂഷ്യം പറഞ്ഞാൽ അതിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൃത്യമായി നൽകുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിക്കുള്ള കാഴ്ചപ്പാടനുസരിച്ചാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ സ്നേഹത്തിന് ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. എപ്പോഴും മാനസികമായിട്ട് നിങ്ങളെ ശാക്തീകരിക്കുന്ന സംസാരം മാത്രമേ ആ വ്യക്തി നടത്തുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന ഒരു സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ സ്നേഹത്തിൻ്റെ കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് ഒപ്പം നിലപാട് സ്വീകരിക്കുന്നില്ല എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, നിങ്ങളോടൊപ്പം എപ്പോഴും ചിലവഴിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തതയോടെ സ്നേഹിക്കാൻ ആ വ്യക്തിക്കറിയില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ എപ്പോഴും ഒരുപോലെ ഒരേ രീതിയിൽ സ്നേഹിക്കും, അല്ലാതെ വ്യത്യാസങ്ങൾ നൽകി സ്നേഹിക്കുന്നില്ല. അതായത് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസത്തോടെ, അല്ലെങ്കിൽ വ്യത്യാസം വരുത്തി നിങ്ങളെ സ്നേഹിക്കാൻ ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല, ആ വ്യക്തി തീരുമാനിക്കുന്നില്ല. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരേ രീതിയിൽ ഒരേ നിലപാടിൽ നിങ്ങളെ സ്നേഹിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തത കാണിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തത കാണിക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നില്ല. ഒരേ രീതിയിൽ ജീവിതാവസാനം വരെ സ്നേഹിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടായോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയതിൽ കൃത്യമായി മനസ്സിലാക്കാതെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ മൂലം നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള സംശയമാണ് ആ വ്യക്തിക്കുള്ളത്. അല്ലാതെ മറ്റൊന്നല്ല. നിങ്ങളോട് എപ്പോഴും പ്രണയമാണ്, ഇഷ്ടമാണ്. അടുത്തതായിട്ട് ഈ റോസാ പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. സ്നേഹം പുറത്ത് കാണിക്കുന്നതിൽ പിശുക്കുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തി സ്നേഹിക്കുന്നില്ല എന്ന് തന്നെ ഒരു പക്ഷേ നിങ്ങൾ കരുതിയേക്കാം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹം കാണിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാനോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനോ
നിങ്ങളതനുസരിച്ച് പരിഗണിക്കാനായിട്ട്, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പരിഗണിക്കാനായിട്ടൊന്നും ആ വ്യക്തി ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വേദന പോലും സഹിക്കാൻ കഴിയാത്ത അവസ്ഥ ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ഉൾപ്പെട്ടാൽ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളെ കപടമായി സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും നിങ്ങളോടുള്ള ഇഷ്ടം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. ഒരിക്കലും നിങ്ങളെ ഒരു പ്രതിസന്ധിയിലാക്കിയിട്ട് കടന്നു പോവുകയോ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. എന്നും നിങ്ങൾക്കൊപ്പം നിലപാട് സ്വീകരിച്ച് എന്നും നിങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങൾ ചീത്ത പറയുകയും നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളപ്പോൾ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ല, ഈ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഈ വ്യക്തി എന്നെ ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് തെറ്റാണ്. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ കണിക ദുഃഖവും സഹിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ എവിടെയെങ്കിലും പറ്റിക്കപ്പെടുമോ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ചിലപ്പോൾ സുഹൃത്തുക്കളാകാം, അടുത്ത ബന്ധുക്കളാകാം, നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആളുകളൊക്കെ ആകാം. നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയും നിങ്ങളെ തെറ്റായ രീതിയിൽ ഉപദേശിച്ച് ചതിക്കുഴിയിലാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ പ്രവൃത്തികൾ ആ വ്യക്തിയെ നന്നായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളവരെ വല്ലാതെ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി പലപ്പോഴും അത്തരക്കാരുടെ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങളെ വിലക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സിലിപ്പോഴും അവർ ശരിയാണെന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ശരിയല്ല. അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നു, നിങ്ങളോട് മോശമായിട്ട് പെരുമാറി നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. അത് അവർക്ക് വേദന ഉണ്ടാകുന്നു. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയുകയും ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങൾക്ക് ചെയ്യുന്ന ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അപ്പോഴത്തേക്കും സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിക്കുകയൊക്കെ ചെയ്യും. അത് ഓർത്തിട്ടാണ് ആ വ്യക്തിക്ക് വിഷമം. നിങ്ങളെ അവർ വഞ്ചിക്കുമോ, നിങ്ങളെ അവർ ചതിക്കുമോ എന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. ആ വിഷമങ്ങൾ നിങ്ങളോട് നേരിട്ട് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ദേഷ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതും ആ വ്യക്തിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നിങ്ങളോട് ഒരിക്കലും ഒരു സ്നേഹക്കുറവല്ല. നിങ്ങളെ ചതിക്കുന്ന, നിങ്ങളെ വഞ്ചിക്കുന്ന ആളുകളുടെ യഥാർത്ഥ മുഖം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി, അവരുടെ പാപ്പരത്ത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ആ വ്യക്തി കഷ്ടപ്പെടുന്നത്. ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.